AM കിച്ചൻ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല മത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3/4 കിലോ മത്തി വെട്ടിക്കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് നല്ലൊരു കറി ഉണ്ടാക്കാം. സാധാരണ ഉണ്ടാക്കണതിന് വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണ് ഇന്ന് ഉണ്ടാക്കണേ. ഇതുണ്ടല്ലോ, മാങ്ങ ഉണക്കിയതാണ്, പച്ചമാങ്ങ. എൻ്റെ ഫ്രണ്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ ഈ മാങ്ങ ഞാൻ നല്ലോണം ഒരു പിടി എടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തെടുക്കുക. നമ്മൾ ഉണക്കമാങ്ങ ചേർത്ത മത്തിക്കറിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോണത്. അപ്പോൾ അതാ ഞാൻ വെള്ളത്തിൽ മാങ്ങ കുറച്ച് നേരം ഒന്ന് ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് ഒന്ന് കുതിർത്തെടുക്കുക. അതേസമയം ഞാൻ അരപ്പ് റെഡിയാക്കി. ഒരു മുറി നാളികേരം, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 2-3 അല്ലി ചെറിയ ഉള്ളി, ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ അരപ്പ് റെഡിയാക്കിയത്. ഇനി ഇതാ ചട്ടി അടുപ്പത്ത് വെച്ചു. ചട്ടിയൊക്കെ സ്റ്റൗ ഓണാക്കി സ്റ്റൗ കത്തിച്ചു. എന്നിട്ട് ചട്ടി ചൂടാക്കിയപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണയിൽ തന്നെ ഈ കറി ഉണ്ടാക്കണം കേട്ടോ, അപ്പോഴേ കറിക്ക് നല്ലൊരു ടേസ്റ്റോ കിട്ടുള്ളൂ. പിന്നെ ആ വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. ആ ഉള്ളി ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരപ്പ് തയ്യാറാക്കി വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഈ അരപ്പ് നന്നായിട്ട് ഈ എണ്ണയിൽ കടന്നൊന്ന് മൂത്ത് വരണം. മൂത്ത എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഈ അരപ്പ് അരച്ചെടുക്കുന്ന സമയത്തും ഇതുപോലെ കുറച്ച് ടൈറ്റായിട്ട് വേണം അരച്ചെടുക്കാൻ. അതായത് ഒരുപാട് വെള്ളം ചേർത്ത് അങ്ങോട്ട് അരച്ചെടുക്കരുത് എന്ന്. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. പിന്നെ നമ്മുടെ ഈ ചാനലുണ്ടല്ലോ, പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മൂത്ത് വന്ന അരപ്പിലേക്ക് ഞാൻ നമ്മുടെ കുതിർത്തെടുത്ത മാങ്ങയും ചേർത്തു. ആവശ്യത്തിന് നമുക്ക് കറിയിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തു. കൂട്ടത്തിൽ ഉപ്പും ചേർത്തു. ഉപ്പ് ചേർത്ത വീഡിയോ ഇതിലുണ്ട്, എപ്പോഴേലൊക്കെ കാണുമായിരിക്കും. അതൊന്നും നഷ്ടമായി പോയോന്ന് അറിയില്ല. എന്തായാലും നമ്മൾ കറി വയ്ക്കുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർക്കുമല്ലോ. അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വെന്ത് ആ പുളിയൊക്കെ നിറഞ്ഞ് വന്നതിന് ശേഷം ഞാനിതിലേക്ക് വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീനുകൾ ചേർത്ത് കൊടുത്തു. ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, ഇത് നന്നായിട്ടൊന്ന് തിളച്ച് നമ്മുടെ ഈ കറി ഒന്ന് കുറുകി വരണം. അപ്പം നമ്മുടെ അടിപൊളി ഉണക്കമാങ്ങ മീൻകറി ഇവിടെ റെഡിയായി. ഇതേ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മുടെ ഉണക്കമീനും ചെയ്യാം കേട്ടോ. ഉണക്കമീൻ നല്ല ഉണക്കമത്തിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇതുപോലെ ചെയ്താൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ കറിയൊക്കെ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ചുകൂടെ ഒരു കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. നല്ല ചൂട് ചോറ്, നമ്മുടെ മാങ്ങ മീൻകറി, പപ്പടം, മത്തി വറുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.